ജയമുറപ്പിച്ച് ഗ്രൗണ്ടിലും ഡ്രസ്സിംഗ് റൂമിലും ആഘോഷവും ചിരിയും പടരുമ്പോൾ ഒരു കൊലച്ചിരിയുടെ എതിരാളിയിൽ നിന്നും കളി തട്ടിയെടുക്കുന്ന മൈറ്റി ഓസീസിനെ ആരും മറന്നിട്ടുണ്ടാകില്ല. ചിലപ്പോൾ അവസാന 5 ഓവറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഓവറിൽ ഒരു രക്ഷകനെന്നും കങ്കാരുകൾക്കായി അവതരിക്കും. ബാറ്ററായും ബോളറായും ചിലപ്പോൾ ഒരു ഫീൽഡറുടെ രൂപത്തിലുമായിരിക്കും കളി ഓസീസ് ക്യാമ്പിലേക്ക് വഴിതിരിച്ചു വിടുക. വിജയിച്ചെന്ന് ഉറപ്പിക്കുന്ന നിമിഷങ്ങളിൽ കളി വരുതിയിലാക്കുന്ന ഓസീസ് തന്ത്രത്തിൻ്റെ വേദന അറിയാത്ത ഒരു ടീമും ഉണ്ടാകില്ല. മൈറ്റി ഓസീസിൻ്റെ ഈ സ്വഭാവമുള്ള ഒരു ടീം ഇന്ത്യൻ പ്രീമിയർ ലീഗിലുണ്ട്. മറ്റാരുമല്ല, രോഹിത് ശർമ്മ എന്ന പോരാളി വളർത്തിയെടുത്ത മുംബൈ ഇന്ത്യൻസ്. ദൈവത്തിൻ്റെ പോരാളികൾ എന്ന വിശേഷണമുള്ള നീലപ്പട. തോറ്റു തുടങ്ങി പിന്നീട് കത്തിക്കയറി കപ്പടിക്കുന്ന അത്ഭുത ടീം, അതാണ് മുംബൈ ഇന്ത്യൻസ്. IPL-ൽ ഇതുവരെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഈ പോരാട്ട വീര്യം മുംബൈ ഇന്ത്യൻസ് 2025 IPL സീസണിലും ആവർത്തിക്കുമെന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്വന്തം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ നിന്ന് ഈ സീസണിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയാണ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയത്. പരാജയപ്പെടുത്തിയതാകട്ടെ മുംബൈയുടെ ചിരകാല വൈരികളായ CSKയും. തുടർന്നങ്ങോട്ട് ഒട്ടും ആശാവഹമായിരുന്നില്ല മുംബൈയുടെ പോക്ക്. ആദ്യ 5 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമായിരുന്നു സമ്പാദ്യം. രോഹിത് ശർമ്മ ഉൾപ്പെടുന്ന ബാറ്റർമാരുടെ മോശം ഫോമും ജസ്പ്രീത് ബുംറയുടെ അഭാവവും ടീമിനെ ആകെ ബാധിച്ചു. ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ തിലക് വർമ്മ റിട്ടയർഡ് ഹാർട്ടായി മടങ്ങിയതും ടീമിന് കളങ്കമായി. എന്നാൽ തോൽവികളുടെയും തിരിച്ചടികളുടെയും കളങ്കം കഴുകിക്കളഞ്ഞ് മുംബൈ ഇന്ത്യൻസ് ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. സ്വന്തം ആരാധകർ പോലും എഴുതിത്തള്ളിയ ടീം ഏപ്രിൽ 12 വരെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്തായിരുന്നു. പോയിന്റ് പട്ടികയിലെ 10ാം സ്ഥാനത്തിനായി ചെന്നൈയും മുംബൈയും തമ്മിലാണ് മത്സരമെന്ന പരിഹാസം ആരംഭിച്ച ഘട്ടം. എന്നാൽ ഏപ്രിൽ 23-ന് പോയിന്റ് പട്ടികയിൽ 3ാം നമ്പറിലേക്ക് കുതിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസിനെയാണ് ആരാധകർക്ക് കാണാനായത്. 2013, 2015, 2017, 2019, 2020 വർഷങ്ങളിൽ കപ്പടിച്ച മുംബൈയുടെ കുതിപ്പാരംഭിച്ചത് പലപ്പോഴും തോൽവികളോടെയായിരുന്നു. അല്ലെങ്കിൽ പോയിന്റ് ടേബിളിൽ പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് രാജകീയമായി കടന്നുവന്നാണ്. ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള മുംബൈ ഇന്ത്യൻസ് ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമെന്ന സൂചനകളാണ് കാണിച്ചു തരുന്നത്. മൈറ്റീസ് ഓസീസ് മാതൃകയിൽ മുംബൈ ഇന്ത്യൻസ് നടത്തിയ ഈ കുതിപ്പിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് ജസ്പ്രീത് ബുംറയുടെ ടീമിലേക്കുള്ള മടങ്ങിവരവാണ്. ബുംറയുടെ ഈ തിരിച്ചുവരവ് മുംബൈയെ കരുത്തരാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. ബുംറയുടെ സാന്നിധ്യം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. ട്രെൻറ്റ് ബോൾട്ട്, ദീപക് ചഹർ, മിച്ചൽ സാൻഡർ സഖ്യം ഫോം കണ്ടെത്തുകയും ചെയ്തു. മറ്റൊന്ന് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഫോം തിരിച്ചു പിടിച്ചാണ്. രോഹിത്തും റിയാൻ റിക്കിൾട്ടണും ഫോം കണ്ടെത്തിയോടെ ബാറ്റിംഗ് നിര സടകുടഞ്ഞെഴുന്നേറ്റു. ഒപ്പം സൂര്യകുമാർ യാദവിൻ്റെ മിന്നും ഫോം കൂടിയായതോടെ ടീം ഫയറായി. ഫോം കണ്ടെത്തിയ രോഹിത് ശർമ്മ ചെന്നൈക്കെതിരെ 46 പന്തിൽ 76 റൺസാണ് അടിച്ചുകൂട്ടിയത്. 37-കാരനായ രോഹിത് ആദ്യ 6 മത്സരങ്ങളിൽ 13.67 ശരാശരിയിൽ വെറും 82 റൺസ് മാത്രമാണ് നേടിയത്. 26 റൺസായിരുന്നു ഉയർന്ന സ്കോർ. എന്നാൽ പിന്നീട് കാണാനായത് പഴയ രോഹിത് ശർമ്മയാണ്. തുടർച്ചയായി അർദ്ധ സെഞ്ചുറികൾ നേടി ടീമിനെ ട്രാക്കിലെത്തിക്കാൻ രോഹിത്തിനായി. 2016-ന് ശേഷം ഇതാദ്യമാണ് രോഹിത് തുടർച്ചയായി IPL-ൽ അർദ്ധ സെഞ്ചുറികൾ നേടുന്നത്. ഏപ്രിൽ 24 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 8 മത്സരങ്ങളിൽ നിന്ന് 228 റൺസ് സ്വന്തമാക്കിയ ഹിറ്റ്മാൻ്റെ ശരാശരി 32.57-ഉം സ്ട്രൈക്ക് റേറ്റ് 154.04-ഉമാണ്. മുംബൈ ഇന്ത്യൻസിനായി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന കളിക്കാരനായി രോഹിത് ഇത്തവണ മാറിക്കഴിഞ്ഞു. ഹിറ്റ്മാൻ കളി നിയന്ത്രിക്കാൻ തുടങ്ങിയോടെ മുംബൈ ബാറ്റർമാരും ചാർജായി. റൺ വേട്ടക്കാരുടെ പട്ടികയിൽ സൂര്യകുമാർ യാദവ് ആദ്യം 4-ൽ എത്തിക്കഴിഞ്ഞു. ഏറെ പഴികെട്ട 2024 സീസണിൽ കണ്ട ഹാർദിക് പാണ്ഡ്യയല്ല 2025 സീസണിൽ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിന് സംഭാവന നൽകാൻ ഹാർദിക്കിന് സാധിക്കുന്നുണ്ട്. തിലക് വർമ്മ, റിക്കിൾട്ടൺ, പാണ്ഡ്യ, നമൻദിർ, വിൽ ജാക്സ് എന്നിവരും ഫോം തുടരുന്ന സാഹചര്യത്തിൽ ചരിത്രം ആവർത്തിക്കാനുള്ള പടയൊരുക്കത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസ്. ഈ ശക്തമായ തിരിച്ചുവരവ് കണ്ട് നല്ല കാഴ്ചക്കാരാകാൻ മാത്രമാവും ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിനാകുക.